916 കുഞ്ഞുട്ടൻ തന്നെയാണ് ഏറ്റവും പുതിയ വിശേഷം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇനി ഞാൻ സന്തോഷവാനല്ല എന്ന് പറഞ്ഞാല് ഇത് കേൾക്കുന്നവരെന്നെ ഇടിക്കും. പൂർണ്ണ സംതൃപ്തിയാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ അടങ്ങൂല. നമ്മുടെ ഒരു പരിമിതി വെച്ചിട്ട് നമ്മൾ നടന്നു വരുന്ന വഴികളിലൊക്കെ തന്നെ ഒരുപാട് പേര് കൈപിടിച്ച് സഹായിക്കുകയും അതുപോലെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ തരണം ചെയ്ത് നമ്മളിപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുമല്ലേ. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ നമ്മളങ്ങ് പൂണ്ട് വിളയാടുമെന്ന് പറയില്ലേ, കിട്ടാത്ത സ്വാതന്ത്ര്യം. ചെറിയ പട്ടിക്കുഞ്ഞിനെ കെട്ടിയിട്ടിട്ട് അത് കഴിഞ്ഞ് അഴിച്ചു വിട്ടെടുത്ത എന്ന് പറഞ്ഞ പോലെ ഞാൻ ബസേലിയസ് കോളേജിൽ നടന്നു. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഭാര്യയോട് പറയാം, ഈ ഇൻ്റർവ്യൂവിൽ ആദ്യമായിട്ട് പറയുന്നത്, ഈ വിജയോത്സവങ്ങളിലൊക്കെ സമ്മാനങ്ങൾ മേടിച്ച് 1ാം സമ്മാനം എൻ്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് എൻ്റെ കൂടെ നിന്ന മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളൊക്കെ മാറിയെന്ന്. ആ ചെറുക്കന് പൊക്കക്കുറവ് കൊണ്ടാണ് സമ്മാനം കിട്ടിയത് എന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ അടങ്ങിക്കിടക്കുന്ന ഒരു ചെറിയൊരു മൂർഖം കുഞ്ഞാണ്. ഈ പാമ്പാട്ടി വന്നിട്ട് ഇങ്ങനെ മകുടിയൊക്കെ കിടന്നിട്ട് ഒന്ന് അനക്കി കഴിഞ്ഞാലേ നമ്മൾ പെട്ടെന്ന് ആ ഒരു ആളാണ്. ഈ കുഞ്ഞുകുട്ടൻ്റെ ക്യാരക്ടർ കഥ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ ഡയറക്ടറോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? മലയാളികളെ ഏറെ അതിശയിപ്പിച്ച ഒരു കലാകാരൻ, മലയാളികളുടെ അഭിമാനമായി മാറിയ അഭിനേതാവ്, മലയാളത്തിലും മറ്റു ഭാഷകളിലും കഴിവ് തെളിയിച്ച നമുക്കേറെ പ്രിയപ്പെട്ട ഗിന്നസ് പക്രുചേട്ടനാണ് അതിഥി. നമസ്കാരം. ഏറ്റവും പുതിയ വിശേഷം 916 കുഞ്ഞുട്ടനാണ്. അതെ അതെ അതെ. സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് പക്രുചേട്ടാ? 916 കുഞ്ഞുട്ടൻ തന്നെയാണ് ഏറ്റവും പുതിയ വിശേഷം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കണ്ടു തുടങ്ങിയത് പ്രേക്ഷകർ കുറച്ചുകൂടി ഒരു ഹ്യൂമർ അവതരിപ്പിക്കുന്ന ആളായിട്ടാണെങ്കിൽ, പിന്നീട് കുറച്ചുകൂടി ക്യാരക്ടർ റോൾസിലാണെങ്കിൽ, പിന്നീട് സെൻട്രൽ ക്യാരക്ടർ ഹീറോ എന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂറിലധികം തിയേറ്ററിൽ അല്ലെങ്കിൽ ടി വിയിൽ കാണുകയാണെങ്കിലും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റണല്ലോ ഒരു സെൻട്രൽ ക്യാരക്ടറിന്. അത്തരത്തിൽ ഈ സിനിമയിൽ പെർഫോമൻസ് ഏത് വിധത്തിലാണ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് പ്രേക്ഷകന് ബോറടിക്കില്ല. 2 മണിക്കൂറിനടുത്ത് അവർക്ക് കാഴ്ചയുടെ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വൈസ് ഒരു പുതുമ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അത്യാവശ്യം നല്ല പാട്ടുകളുണ്ട്. പാട്ടുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയി, മില്യൺ എബോവ് വ്യൂ വന്നു അല്ലേ? പാട്ടുകളുടെ വിശേഷങ്ങളൊന്ന് പറയാമോ? പാട്ടുകളുടെ വിശേഷം ഇപ്പം എനിക്കൊരു വലിയ ഭാഗ്യം, ഞാൻ കുറേ സിനിമകളിൽ അഭിനയിച്ചതിൽ കുറേ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രിവിലേജ് ഹരിക്കറിയാമല്ലോ, നമ്മുടെ ദാസേട്ടൻ്റെ പാട്ട് നിറതിങ്കളെ എന്ന് പറയുന്ന പാട്ട് ഒരുപാട് വ്യൂസും അങ്ങനെ കുറേ ആളുകൾ, എനിക്കൊന്ന് മലയാളത്തിലെ പാട്ട് അടയാളപ്പെടുത്തിയൊരു പാട്ടായിരുന്നല്ലോ. ഇതിനു മുമ്പ് ചെയ്ത ഇളയരാജയിലും ഉണ്ടായിരുന്നു നല്ല പാട്ടുകൾ. ഈ കുഞ്ഞുട്ടൻ്റെ പാട്ടുകൾ ശരിക്കും പറഞ്ഞാൽ ആനന്ദ് മധുസൂദനാണ് സംഗീതം, മധു ബാലകൃഷ്ണനും നാരായണി രണ്ടുപേരും കൂടെ പാടിയ പാട്ട്. അജീഷ് ദാസനാണ് അതെ എഴുത്ത്. ആ പാട്ടും അത്യാവശ്യം പാട്ടുകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പടത്തിലും അത് വന്നിട്ടുണ്ട്. ഒരു സിനിമ എത്രയോ പേരുടെ കൂട്ടായ ശ്രമത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഒന്നാണ്. എല്ലാവരും അവനവൻ്റെ കോൺട്രിബ്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നും അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുക. സിനിമ വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുക. ഈ സിനിമയിലൊരു പക്ഷേ ആ സിനിമയെ വിജയിപ്പിക്കാൻ അല്ലെങ്കിൽ ഫാമിലി പ്രേക്ഷകരെ അടുപ്പിക്കാൻ സാധ്യതയിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളത്? സാധ്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വർഷത്തിലൊന്നാണ് മകരവിളക്ക് എന്ന് പറയുന്ന പോലെ 2 വർഷവും 3 വർഷവും കൂടുമ്പോഴാണ് എൻ്റെ ഒരു പടം വരുന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായത് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ കുറച്ച് പേരൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ ആദ്യ സിനിമ തൊട്ടിട്ട് എനിക്ക് ഇതുവരെയും ഏറ്റവും കൂടുതൽ. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയ്ക്ക് ഒരു പ്രോത്സാഹനം എന്നോണം എല്ലാവരും തന്നെ, ഈവൻ ഹരിയാണെങ്കിലും വിളിച്ചിട്ട് നമുക്ക് കുഞ്ഞുട്ടൻ്റെ വിശേഷണങ്ങൾ പറയണമെന്ന് വിളിച്ച്, അതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു മൈലേജും പ്രിവിലേജും. അപ്പോൾ സ്വാഭാവികമായി ഇനിയിപ്പോൾ എൻ്റെ ഒരു പടം വരുന്നു, ആ പടം വരുമ്പം ആ പടം കാണാൻ വരുന്നവർ നിരാശപ്പെടരുത്, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഞാൻ വലിയൊരു സെലക്ഷൻ നടത്തുന്ന ഒരാളൊന്നുമല്ല. കാരണം ഒരു 10 സ്ക്രിപ്റ്റുകൾ വരുന്നു, 10 സംവിധായകരും അതെൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു, അല്ല എൻ്റെ ഒരു ഡേറ്റിന് വേണ്ടി അങ്ങനെയൊന്നും അല്ലല്ലോ. വളരെ വേറിട്ട് ചിന്തിച്ച് ആരെങ്കിലും ഒരു സ്ക്രിപ്റ്റും കൊണ്ട് വരുന്നതും അത് ചിലപ്പോൾ ഒരു നല്ല സിനിമ ആവണമെന്നുണ്ടെങ്കിൽ വളരെ സാധ്യത കുറവാണ്. കാരണം അതിന് പണം മുടക്കാനും അതിന് മറ്റു കാര്യങ്ങൾക്കൊക്കെ റെഡിയായിട്ട് ഒരു ടീമും കൂടെ വരേണ്ടി വരും. അങ്ങനെ എല്ലാ ഘടകങ്ങളും വരുന്ന ചിലപ്പോൾ 2 വർഷമോ 3 വർഷത്തിനിടയിലായിരിക്കും. ചിലപ്പോൾ ഒരു വർഷത്തിൽ 2 പടമൊക്കെ ചെയ്യേണ്ടിയും വരും പല ഭാഷകളിലൊക്കെ ആയിട്ട്. എന്നാൽ പോലും കിട്ടുന്ന കഥാപാത്രത്തെ പരമാവധി നന്നാക്കുക
അതിനോട് നീതി പുലർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ആ ഡയറക്ടറോടും അതിൻ്റെ പ്രൊഡ്യൂസറോടും ആ സിനിമയോടും നമ്മൾ നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം വെച്ചിട്ട് ആ ക്യാരക്ടർ, ഇപ്പോൾ കുഞ്ഞുട്ടൻ്റെ പ്രൊമോഷന് ട്രോളുകളൊക്കെ ചിലരൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് അത്ഭുതദ്വീപിലെ ഗജേന്ദ്രനും ബിഗ് ഫാദറിലെ അച്ഛനും ഇളയരാജയിലെ വനജനെയൊക്കെ വെച്ച് പലരും ട്രോൾ ഉണ്ടാക്കിയപ്പോൾ എണ്ണം പറഞ്ഞ ചില കഥാപാത്രങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണല്ലോ അവരുടെ എല്ലാം മനസ്സിലാക്കിയ ക്യാരക്ടർ ഉള്ളത്. അപ്പൊ അടുത്തൊരു സിനിമയുടെ ചെയ്യുമ്പോൾ ഈ ചിത്രത്തിൽ വരണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളങ്ങ് ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ വ്യക്തിയുടെയും ഇത് വെച്ചിട്ടാണ് അവരുടെ ജീവിതത്തിൻ്റെ പരിച്ഛേദം എടുക്കുക. നിങ്ങൾ പിന്നിട്ട വഴികളിൽ എടുത്തിട്ടുള്ളൊരു എഫേർട്ട്, പരിഹരിച്ചു വന്നിട്ടുള്ള പരിമിതികളൊക്കെ അനവധിയുണ്ട്. വലിയ മാതൃകയാണത്. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റിനെ, അതിനു മുമ്പുള്ള പാസ്റ്റിനെ, ഇനി മുന്നോട്ട് നോക്കി കാണുന്ന ഫ്യൂച്ചറിനെ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എ പേഴ്സൺ നോക്കി കാണുമ്പോൾ ഈ പോയിന്റിൽ എത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നുണ്ട്? സന്തോഷം, അസാധ്യമായിട്ട് സന്തോഷം. ഇനി ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ സന്തോഷവാനല്ല എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്നവരെന്നെ ഇടിക്കും. അത്രയും നമ്മുടെ ഒരു പരിമിതി വെച്ചിട്ട് നമ്മൾ നടന്നു വരുന്ന വഴികളിലൊക്കെ തന്നെ ഒരുപാട് പേര് കൈപിടിച്ച് സഹായിക്കുകയും അതുപോലെ പ്രതിബന്ധങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ തരണം ചെയ്ത് നമ്മളിപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടിരിക്കുമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എടുക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും മറ്റാരേക്കാൾ കൂടുതൽ ഓവറായിട്ടുള്ള സ്ട്രെയിൻ എനിക്കുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അഭിനയത്തിൽ ആണെങ്കിലും ഹരിയലപ്പം ഒരു ജോഡ് വെക്കേണ്ടടുത്ത് ഞാൻ 4 ജോഡ് വെക്കേണ്ടി വരും. ഇതിനോടുള്ളൊരു പാഷനുണ്ടല്ലോ, നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അതെൻ്റെ കുട്ടിക്കാലം തൊട്ട് കല എന്താണ് എന്നറിഞ്ഞ കാലം തൊട്ട് എനിക്ക് ഇതിനോട് ഭയങ്കരമായ ആവേശം. കോളേജിൽ പഠിച്ചപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കലാസ്വാദകനായി മാറിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ചരട് വീട്ടുകാരുടെ കയ്യിലായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ തൊട്ടേ അമ്മയോട് പറയായിരുന്നു കോളേജിൽ എന്നെ ഒറ്റയ്ക്ക് വിടണം കേട്ടോ, അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവേ, ഞാൻ അങ്ങനെ എങ്ങനെയായി ഇങ്ങനെയെല്ലാം പറയുമെങ്കിലും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ നമ്മളങ്ങ് പൂണ്ട് വിളയാടുമെന്ന് പറയില്ലേ, കിട്ടാത്ത സ്വാതന്ത്ര്യം. ചെറിയ പട്ടിക്കുഞ്ഞിനെ കെട്ടിയിട്ടിട്ട് അത് കഴിഞ്ഞ് അഴിച്ചു വിട്ടെടുത്ത അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ബസേലിയസ് കോളേജിൽ നടന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യതകൾ നമുക്ക് കിട്ടി. സ്വന്തമായിട്ട് പ്രോത്സാഹിപ്പിക്കാനാവട്ടെ, മറ്റുള്ളവരുടെ കലാപരിപാടികൾ കാണാനാവട്ടെ, നല്ല നല്ല സിനിമകൾ പോയി കാണാനാവട്ടെ, ക്ലാസ് കട്ട് ചെയ്തിട്ട് ആരും പഠിക്കാതെ പോയി എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി നമ്മൾ സ്വയം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടി പല പല കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ ഒരുപാട് നമ്മളൊരു ഊർജ്ജം നമ്മളിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഹരി ചോദിച്ച ചോദ്യത്തിന് പൂർണ്ണമായിട്ടും പറയാനുള്ള ഒരു ഉത്തരത്തേ ഉള്ളൂ, പൂർണ്ണ സംതൃപ്തിയാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ അടങ്ങൂല. 916 കുഞ്ഞുട്ടൻ എന്ന പേര് തന്നെ വളരെ ക്യാച്ചിയാണ്, പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നു. അതൊരു തങ്കപ്പെട്ട മനുഷ്യനായിട്ടുള്ള സ്വർണ്ണത്തിളക്കമുള്ള സ്വഭാവമുള്ള ഒരു പാവം കുഞ്ഞുട്ടൻ്റെ കഥ തന്നെയായിരിക്കും. അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ്. നല്ലൊരു തിളക്കമുള്ളൊരു കുഞ്ഞുട്ടൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇയാള് നാടിന് തിളക്കമുള്ള ആളാണ്, കുടുംബത്തിന് തിളക്കമുള്ള ആളാണ്. പിന്നെ വേറെ എന്തെല്ലാം തരത്തിൽ ഇയാളുടെ തിളക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സിനിമയുടെ കഥാപരമായിട്ട് സിനിമ പോകുന്നതിനകത്തുള്ളത്. അതിനകത്ത് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ കൂട്ടുകാരൻ ടിനി ടോം ഉൾപ്പെടെ, അതുപോലെ രാകേഷ് സുബ്രഹ്മണ്യം എന്നൊരു പുതിയ താരം വരുന്നു. പോസ്റ്ററിലൊക്കെ കൂടുതലായിട്ട് പുള്ളിയും നല്ല വേഷമാണ്, ഒപ്പം നിൽക്കുന്ന അത്യാവശ്യം നല്ലൊരു വേഷമുണ്ട്. പിന്നെ കോട്ടയം രമേശേട്ടൻ, 2 നായികമാരുണ്ട്, ഡയാന ഹമീദും നിയയും, പിന്നെ നോബിയുണ്ട്, ഷാജു ഉണ്ട്, ഷാജു ചേട്ടനായിട്ടുണ്ട്, നിയെ, പിന്നെ ബിനോയ് നമ്പോലിനുണ്ട്, സിജു ഉണ്ട്, സുനിൽ സുഗതയുണ്ട്. അങ്ങനെ തുടങ്ങി കുറേ താരങ്ങൾ. അപ്പോൾ ഒരു സീനിൽ പോലും നമുക്ക് ഒരു താരം വരുന്നു, പക്ഷെ ആ താരമല്ല വരുന്നത്, അത് കഥാപാത്രമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഡിഫറെൻ്റായിട്ട് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആര്യൻ വിജയാണ്. അപ്പോൾ കുറച്ച് തമിഴ് കൾച്ചറുള്ള ഒരാളാണ്, കാരണം തമിഴ് പടങ്ങളുടെയൊക്കെ അസോസിയേറ്റൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ജഗപൊക പടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള. അതാണ് ഞാൻ ഈ സിനിമയുടെ ഈ ട്രെയിലർ ടീസറൊക്കെ നോക്കുമ്പോൾ, നമ്മൾ തൊട്ടുമുമ്പ് ഇളയരാജ എന്ന സിനിമയിൽ ഇതുപോലൊരു അഭിമുഖം നമ്മൾ ചെയ്തിട്ടുണ്ട് സിനിമ വരുന്ന സമയത്ത്. ആ ചിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ ചിത്രത്തിൽ നോക്കുന്ന സമയത്ത് ഈ പുകയും അടിയും ഇടിയൊക്കെ ഉള്ളത് പോലെ തോന്നുന്നത്. അപ്പം അതിന് മാത്രം എന്തത്ര വലിയ പ്രശ്നം സിനിമയിൽ കാണുന്ന പോലെയല്ല
ചില പ്രവൃത്തികൾ. ഇപ്പൊ ഇളയരാജയിലെ വനജൻ എന്ന് പറയുന്നത് ഒരുപാട് വലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ കുറച്ചൊക്കെ നടക്കുന്നതുണ്ടാവും, കുറച്ചൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ പടത്തിൽ അതൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇയാളെ അവതരിപ്പിക്കുന്ന പറഞ്ഞാൽ എടുത്തു വെച്ചിരിക്കുന്ന പോലത്തെ ചില സംഗതികളാണ്. ഇയാളുടെ ശരിക്കും പറഞ്ഞ ഒരു ലോങ് ഷോട്ട് വാക്ക് പോലും ഈ സിനിമയിലില്ല. എന്ന് പറയുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു നമ്മളെ എത്രത്തോളം പവർഫുള്ളായിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കാവോ അത്തരത്തിലുള്ളൊരു മേക്കിംഗ് ആണ് സിനിമ. കുറച്ച് ഹ്യൂമറും അതുപോലെ തന്നെ ഈ പറഞ്ഞ പാട്ട്, ഫൈറ്റ്, ഇങ്ങനെ എല്ലാ എലമെൻറ്റുകളും വെച്ചിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു അടിച്ചൊതുക്കൽ പടം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പവറുള്ളൊരു പടമായിരിക്കും. മലയാളത്തിൽ സമീപകാലത്തായി ഫാമിലി കുടുംബാംഗങ്ങളെയൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്ന തരം സിനിമകൾ കുറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോഴും ഈ ചിത്രത്തിൽ ചില പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുള്ളത് എല്ലാവരും ചേർന്ന് വീടിൻ്റെ ഒരു പൂമുഖത്തിരിക്കുന്ന പോലെയുള്ള ചില ചിത്രങ്ങളാണ്. അപ്പോൾ ആ ഒരു കുടുംബ ബന്ധമൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? അപ്പോൾ നമുക്ക് വരുന്ന ഈ വെറൈറ്റി ആയിട്ടുള്ള കഥകൾക്കകത്ത് ഒന്നിലൊരു ഗ്രാമപ്രദേശത്ത് ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കുമല്ലോ. ചായ അടിക്കുന്ന അപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് വരുന്നതിനകത്തൊക്കെ കൂടുതൽ നാടൻ കഥാപാത്രങ്ങളാണ് കൂടുതൽ വരുന്നത്. കൊടുങ്ങല്ലൂരായിരുന്നു ഇതിൻ്റെ ഷൂട്ടേ. അപ്പോൾ അവിടെ സ്ഥിരം ഷൂട്ടിങ്ങിനൊന്നും കൊടുക്കാത്തൊരു വീട് തന്നെ നമുക്ക് കിട്ടി. അതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരകാലത്ത് സേനാനികളെല്ലാം മീറ്റിംഗ് കൂടിയ വീട് അവിടെ. പഴയ ഒരു 100 വർഷത്തിന് മുകളിൽ പാരമ്പര്യവും പഴക്കവും ഉള്ളൊരു വീടാണ്. ആ വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ഈ വീട്ടിൽ ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ അച്ഛനും അമ്മയും ചേട്ടനും ഒരു 10-15 ദിവസം എന്നൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കുടുംബം പോലെയായി. ഈ കുട്ടികളൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി. അങ്ങനെയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴേ എല്ലാവരും ശരിക്കും ഒരു ഫാമിലി പോലെ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ഷൻ. കാരണം എൻ്റെ അച്ഛനായിട്ട് രമേശ് ഏട്ടനായിരുന്നു. കോട്ടയം രമേശ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഫുൾ കോമഡി ആയിരിക്കും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുന്നത് കുടുംബ ബന്ധങ്ങൾ പോലെ തന്നെ ലൊക്കേഷനിലും നല്ല ബന്ധം ഉണ്ടായിരുന്നു. ടിനിച്ചേട്ടനൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള സൗഹൃദം, നിങ്ങൾ സഹപ്രവർത്തനം ഉണ്ടെങ്കിലും കുറച്ച് കാര്യമായിട്ട് ഒന്നിച്ച് അഭിനയിച്ചത് ഈ പടത്തിലാണോ? ടിനിയുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ വരുന്ന ഒരു ക്യാരക്ടർ. സ്വാഭാവികമായിട്ട് പ്രേക്ഷകരൊക്കെ വിചാരിക്കും ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ ത്രൂ ഔട്ട് വരുന്നൊരു ക്യാരക്ടറാണോ. പക്ഷെ അങ്ങനെയല്ല. ടിനി ഒരു വളരെ പ്രാധാന്യമുള്ള നല്ല പഞ്ചുള്ളൊരു ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ കുറച്ചേ ഉള്ളെങ്കിലും അത് ഉള്ളത് ഭയങ്കര രസമായിട്ടും, അത് മാത്രമല്ല അതിനകത്ത് ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പും, അങ്ങനെ പല പല കാര്യങ്ങളുള്ള കൗതുകമുള്ള ഒരു കഥാപാത്രമുണ്ട് ടിനിയുടേത്. ഇപ്പം ഹരി പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് സ്ക്രീനിൽ, അതായത് ബിഗ് സ്ക്രീനിൽ തന്നെ വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. നമ്മുടെ സൗഹൃദത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് പക്രുചേട്ടനെ നോക്കിക്കാണുമ്പോൾ എനിക്കിത് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാര്യം, പ്രേക്ഷകരോട് പക്രുചേട്ടൻ ആവശ്യപ്പെടുന്നത് ഞാൻ കുറേ പരിമിതികളുള്ള ആളാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങളെന്നെ അംഗീകരിക്കണം എന്നല്ല. എനിക്ക് ചില പരിമിതികളുണ്ടാകാം, പക്ഷേ അതിനേക്കാൾ ശക്തമായിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു, ഇച്ഛാശക്തിയോടുകൂടി വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ എന്നെ അംഗീകരിച്ചോളൂ എന്നതാണ് ഒരു സമീപനം. അതൊരു വലിയ കാര്യമാണ്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഈ സെന്റിമെന്റ്സിനോട് എനിക്ക് താല്പര്യമില്ല. സഹതാപം വേണ്ട, അംഗീകാരം മതി. കാരണം വേറൊന്നുമില്ല, സഹതാപം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല, അംഗീകരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാനെന്നുള്ളതല്ല, എല്ലാ പരിമിതിയുള്ള ആളുകളുടെ ഉള്ളിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമാണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ആര്യോട് പറയാം, ഈ ഇൻ്റർവ്യൂവിൽ ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ യുവജനോത്സവങ്ങളിലൊക്കെ സമ്മാനങ്ങൾ മേടിച്ച് 1ാം സമ്മാനം എൻ്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് എൻ്റെ കൂടെ നിന്ന മത്സരാർത്ഥികളുടെ രക്ഷിതാക്കളൊക്കെ മാറിയെന്ന്, ആ ചെറുക്കന് പൊക്കക്കുറവ് കൊണ്ടാണ് സമ്മാനം കിട്ടിയത് എന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അത് സെൻറ്റിമെൻറ്റ്സാ, അത് സഹതാപ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നേരം ഞാനത് ഭയങ്കര ചിരിയോട് കൂടിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. കാരണം സമ്മാനം കിട്ടാതെ വരുന്നവരുടെ ഒരു വേദനയുണ്ട്. അതിനകത്തുനിന്ന് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അങ്ങനെ തോന്നും, വിഷമം തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തും. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നുള്ളൂ. ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അടുത്ത വർഷം മത്സരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ ആളുടെ മകനോട് ഞാൻ തോറ്റിട്ടുണ്ടാവും, അവന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ നിരന്തരം മത്സരിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ മത്സരിക്കുന്ന സമയത്ത് ഞാൻ പ്രധാനമായിട്ടും ഈ ശാരീരിക പരിമിതി ഉള്ളവരുടെ യുവജനോത്സവത്തിൽ ഞാൻ മത്സരിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള അല്ലാതുള്ള യുവജനോത്സവങ്ങളിൽ മാത്രമാണ് ഞാൻ മത്സരിച്ചിട്ടുള്ളതും സമ്മാനങ്ങൾ നേടിയിട്ടുള്ളതും. അവിടെ നിന്ന് കിട്ടുന്ന നമുക്കൊരു വലിയൊരു ഊർജ്ജമുണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അത് പൊരുതി ജയിക്കുക തന്നെയാണ്. നമുക്ക് നമ്മളെ അറിയാം, നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളിതാണ്, നമുക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട്,
എന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളിടത്ത് ചെല്ലാൻ പാടില്ല, മറ്റുള്ള രീതിയിൽ മറ്റുള്ളവരെ പോലെ ആകാൻ പാടില്ല എന്നില്ലല്ലോ. ഈ അത്ഭുത ദ്വീപിലെ പലരും വന്ന് സ്നേഹത്തോടെ കൈ തരുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും എനിക്ക് ഉമ്മ തരുമ്പോഴും ഒക്കെ അവരെന്നോട് പറയുന്നത് ചേട്ടനെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു ആവേശം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മൾ ദാസേട്ടനെ നോക്കുക, ഇന്ത്യൻ സംഗീതത്തിൽ അല്ലെങ്കിൽ ലോക സംഗീതത്തിൽ നമ്മൾ നോക്കിയാൽ, മലയാളം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലൊക്കെ എടുത്ത് നോക്കിയാൽ ദാസേട്ടൻ്റെ ഒരു പൊസിഷൻ വളരെ യുണീക്കാണ്. വലിയ നേട്ടങ്ങളാണ് എടുത്തു പറയാൻ തുടങ്ങി. അദ്ദേഹം നേടിയ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് കൈവരിക്കാൻ പറ്റിയ നേട്ടങ്ങളും അത്രയും ഗംഭീരമാണ്. പക്രുച്ചേട്ടൻ്റെ കാര്യത്തിൽ സമകാലികരായിട്ടുള്ള അഭിനേതാക്കൾ അല്ലെങ്കിൽ മുൻപുണ്ടായിട്ടുള്ള അഭിനേതാക്കൾ, സംവിധായകർ, ഇവരിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇടം നേടിയ ആളാണ്. ഒന്നൊരു ഗിന്നസ് റെക്കോർഡ്, അതിൽ തന്നെ ബെസ്റ്റ് ആക്ടർ, പിന്നീട് സംവിധായകൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും ഒക്കെയും സ്വന്തമായിട്ടുള്ള പേര് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്, പല പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അഭിനന്ദനങ്ങൾ, അംഗീകാരങ്ങൾ എത്രത്തോളം ഊർജ്ജം നൽകുന്നുണ്ട്? ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു സാധനമാണ്. പക്ഷേ ഞാൻ അപ്ലൈ പോലും ചെയ്യാതെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഭാഗ്യം കൊണ്ട് വന്ന ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ടൊരു തമിഴ് പടം ചെയ്തു, അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഞാൻ സ്വപ്നത്തിൽ ഡിഷുമിന് ബെസ്റ്റ് പെർഫോമിംഗ് ആക്ടറാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കയ്യിലോട്ട് വന്നു. ഞാനൊരു വലിയ കഴിവുള്ളൊരു നടനാണെന്നും അല്ലെങ്കിൽ ഞാൻ കഴിവുള്ള ഒരു കലാകാരനാണെന്നൊന്നും അങ്ങനെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് തോന്നിയിട്ടില്ല സത്യമായിട്ട്. ഇനിയും മെച്ചപ്പെടാനുണ്ടെന്നും എനിക്ക് എൻ്റേതായിട്ടുള്ള ഭയങ്കര കുഴപ്പങ്ങളുണ്ടെന്നും, അത് മാത്രമല്ല ഈ പരിമിതിയും ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇപ്പം വലിയ ചില കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കുഞ്ഞുകുട്ടൻ്റെ ക്യാരക്ടർ കഥ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഞാൻ ഡയറക്ടറോട് ചോദിച്ച ചോദ്യം ഇതാണ്, ആര്യനോട് ചോദിച്ചു ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത് വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അന്നേരം അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ വ്യത്യസ്തമായ സംഭവങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടാൽ അത് മതി. ഞാനിങ്ങനെ അടങ്ങിക്കിടക്കുന്ന ഒരു ചെറിയൊരു മൂർഖൻ കുഞ്ഞാണ്. ഒന്നലക്കി കൊടുത്താൽ ഈ പാമ്പാട്ടി വന്നിട്ടുണ്ടെങ്കിൽ മകുടിയൊക്കെ എടുത്തിട്ട് ഒന്ന് അനക്കി കഴിഞ്ഞാലേ നമ്മൾ പെട്ടെന്ന് ആ ഒരു ആളാണ്. ചേട്ടന് ഇപ്പോൾ ഒരു താരമൂല്യമുണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ജനപ്രിയതയായിട്ടും ഒക്കെയുള്ള ഒരു ബാക്കപ്പ് ഉണ്ടല്ലോ. ഇത്രയൊന്നും ഇല്ലാതിരുന്ന 90s ഒരു ജീവിതകാലത്തിൽ ഇന്നുള്ള ഈ സൗകര്യങ്ങൾ ചിലപ്പോൾ സ്വപ്നം പോലും കാണുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങളായിരുന്നു. സത്യം. എങ്ങനെയാണ് ഓർക്കുന്നത് ആ ഒരു ലൈഫിനെ? ഒരു യാത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇതിലേക്ക് വരാനുള്ള നമ്മൾ ഇടംബലം നോക്കാതുള്ള യാത്രയുണ്ട്. അതിനകത്ത് ചിലപ്പം ഒരുപാട് സന്തോഷിക്കാനുള്ള വകയുണ്ടാവും, ഒരുപാട് എന്താ പറയുക മുന്നോട്ട് പോലും പോകാൻ പറ്റാത്ത തരത്തിലുള്ള ജീവിതത്തിലെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വന്നിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇടം വലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. കാരണം ഏതെങ്കിലും ഒരു വശത്തിലേക്ക് നമ്മൾ നോക്കുകയും കൂടുതൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതായിപ്പോൾ അത്തരത്തിലുള്ള പല പല കാര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ആ കാലത്ത് ജനിക്കാൻ പറ്റിയതും ആ കാലത്തെ വേദികളിലൂടെ തമാശ അവതരിപ്പിക്കലാണെങ്കിലും ചാനലുകളിലൂടെ ആണെങ്കിലും മിമിക്രി വേദികൾ എന്തോ ആവട്ടെ, ഏത് കാര്യങ്ങളാണെങ്കിലും അന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആ വേദികളിൽ നിന്നും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും സിനിമകളാവട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജം, അതാണ് നമ്മുടെ ഇവിടെ വരെ എത്താനുള്ള ഒരു ഇന്ധനം. ഊർജ്ജം, വിമർശനങ്ങൾ പറഞ്ഞാൽ ഉടനെ തളർന്നു പോകാതിരിക്കുക, സ്വയം പ്രതിരോധം, ഇതൊക്കെ പ്രധാനപ്പെട്ട ശീലങ്ങൾ. മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഇനിയിപ്പോൾ ഒരു 4-5 വർഷത്തേക്ക് സിനിമ ഇല്ലെങ്കിലും നമ്മൾ കോൺഫിഡൻ്റാണ്, നമ്മൾ തകരൂല. അടുത്ത നല്ലതിന് വേണ്ടി നമ്മൾ റെഡിയായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ സ്വയം ആ ഒരു ഇതിലേക്ക് വരും. നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോത്സാഹനം കൊടുക്കുന്നതാണ്. നമുക്ക് നമ്മളോടൊരു പ്രോത്സാഹനം കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് പിന്നെ വേറൊരിടത്ത് പ്രോത്സാഹനം കിട്ടിയോണ്ടും കാര്യമില്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. നന്നായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അടിപൊളി, അങ്ങനത്തെ ആ ഒരു ഉത്സാഹം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഇപ്പോഴത്തെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ മൊബൈലിനകത്തും കാർട്ടൂണും ഈ ഇൻ്റർനെറ്റിനകത്തും ഇങ്ങനെ ചടഞ്ഞ് ആ ഒരു ഉത്സാഹത്തിലേക്ക് പോകാനുള്ള ഗൃഹാന്തരീക്ഷങ്ങൾ വളരെ കുറവ്. വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോലും കുട്ടികൾ ഇറങ്ങുന്നില്ല. അവധിക്കാലം ആയാലും അങ്ങനെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു കെട്ടുപാടിനകത്ത് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതുപോലെ തന്നെയാണ്. നിരാശ പെട്ടെന്ന് അവരെ പിടികൂടും. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കും ഓരോ ട്രിക്കാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിനു വേണ്ടി പ്രത്യേകമായിട്ടൊരിത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഹരിയുടെ മൈൻഡ് സെറ്റല്ല എൻ്റെത്.
എൻ്റെതല്ല ഇപ്പം നമ്മുടെ മുന്നിൽ ഇവിടെ ഇരിക്കുന്ന ക്യാമറയുടെ ആൾക്കാർക്ക്. അപ്പോൾ അതെല്ലാം ഓരോരുത്തർക്കും ഇവരുടെയൊക്കെ എല്ലാം ഇവരുടെ വീക്ക് പോയിന്റ് ഇവർ മനസ്സിലാക്കണം. പ്ലസും മൈനസും മനസ്സിലാക്കിയാൽ പ്ലസിലേക്ക് കൂടുതൽ ഇട്ടിട്ട് ഗിയർ ഇട്ടിട്ട് പോവാന്നുള്ളൂ. അപ്പം കുറച്ചൊക്കെ നല്ലത് വരും നീ, അല്ലാതെ എല്ലാ സമയത്തും എല്ലാവരെയും നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവില്ല. അവർക്കും പ്രോത്സാഹനാത്മകമായിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ കുഞ്ഞൂട്ടൻ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ സാധാരണ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിധത്തിലുള്ള കഥാപാത്രമായിട്ട് അത്ഭുതദ്വീപിലും ഈവൻ കുഞ്ഞിക്കൂനലിൽ വരെ കാണുമ്പോൾ കുട്ടികളാണ് കൂടുതൽ കണ്ടു പൊട്ടിച്ചിരിക്കുന്നത്. എത്രയോ പടങ്ങളിൽ ബിഗ് ഫാദറിൽ, മീശ മാധവനിലൊക്കെയും വരുന്ന അപ്പിയറൻസുകൾ. ഈ സിനിമയിൽ പക്ഷേ അതിൻ്റെ ട്രെയിലറിൽ മറ്റേ തുടക്കത്തിലേ പറയുന്നുണ്ട് ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പരിപാടിയല്ല, കുട്ടികളോടൊപ്പം മുതിർന്നവർ എൻ്റർടൈൻ, അങ്ങനെ എന്തോ എനിക്ക് തോന്നിയത്. സിനിമ അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. കുട്ടികളുടെ പടം ഒന്നും ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ വന്നാൽ അത് പ്രശ്നമാണ്. ഈ ഇൻ്റർവ്യൂവിലൂടെ തന്നെ പറയാം ഇത് കുട്ടികളുടെ മാത്രം പടമല്ല. എന്നാൽ കുട്ടികൾ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല, കുടുംബങ്ങൾക്ക് കാണാം, വയസ്സായവർക്കും കാണാം. അതായത് ആബാലവൃദ്ധം ജനങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ളതേ ഉള്ളൂ. ഈ സിനിമയിലത്തെ ക്യാരക്ടർ തന്നെ ചിലപ്പോൾ ഒരിടത്ത് ഇരുന്നാൽ അയാൾക്ക് ചെയ്യാവുന്ന പലവിധ കാര്യങ്ങളുണ്ട് ബുദ്ധിപരമായിട്ടുള്ള ചിന്തകളിലൂടെ. സ്വന്തം ജീവിതത്തിലും ഈ അലസത മാറ്റി വെച്ചുകൊണ്ട് എത്രത്തോളം ശക്തമായിട്ട് ഈ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പക്രുചേട്ടൻ്റെ സ്വന്തം നിരീക്ഷണത്തിൽ തോന്നിയിരിക്കുന്നത്. ഒരു എയിം ഉണ്ടായിരുന്നു. എയിം ഒറ്റ ഇതേ ഉള്ളൂ, മാറ്റി നിർത്തപ്പെടരുത്. സ്വയം നമുക്ക് എന്തെങ്കിലും ഒന്ന് ഈ കലാലോകത്ത് ആവണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ അമ്പിളിയമ്മാവൻ. അത് ക്യാരക്ടറായിരുന്നു പക്രു. അത് കഴിഞ്ഞ് ഞാനൊരു 5 സിനിമയോളം അഭിനയിച്ചു, പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല അധികം. ആ സമയത്തും ചലച്ചിത്ര താരം പക്രു എന്ന് പറഞ്ഞിട്ട് കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം കാതികൻ വന്ന് കഥ പറയാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഏത് സിനിമയിൽ അഭിനയിച്ചത്. ഭയങ്കര തോൽവി ആ ഒരു ചോദ്യം. അതിനെന്ത് മറുപടി പറയും? എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നടൻ എന്നുള്ള നിലയിൽ തിരിച്ചറിഞ്ഞ സിനിമ ജോക്കറാണ് ദിലീപേട്ടൻ്റെ. അതും കഴിഞ്ഞതിന് ശേഷം വേറൊരു വഴിത്തിരിവായിരുന്നു എടുത്തു പറയണം വിനയൻ സാറിൻ്റെ അത്ഭുതദ്വീപ്. അതുകൂടെ ആയപ്പോഴേക്കും ഞാനെന്ന കലാകാരൻ ഒരു ഗിയർ ഷിഫ്റ്റായി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തന്ന സിനിമ തന്നെയാണ്. പിന്നെയും വഴിത്തിരിവുകളുണ്ടല്ലോ. അപ്പോൾ തമിഴ് സിനിമകൾ കുറച്ച് അധികം ചെയ്തു, സംവിധാനം ചെയ്തു, പിന്നീട് മലയാളത്തിൽ നിർമ്മാതാവായി, ഒട്ടേറെ കാര്യങ്ങളുടെ തരത്തിൽ പറയുന്നത് അല്ലേ, അവാർഡുകൾ നേടി, എല്ലാം വലിയ നേട്ടങ്ങൾ, സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അതെ, സന്തോഷമാണ് ജീവിതത്തോ മൊത്തത്തിൽ നോക്കുമ്പം സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ, ഞാൻ ചെല്ലുന്നിടത്തും സന്തോഷമായിരിക്കണം എന്നുണ്ട്. നമ്മൾ തമ്മിലിരുന്നു, ഞാനിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഹരി സന്തോഷമായിരിക്കുന്നു. പുതിയ സിനിമ 916 കുഞ്ഞൂട്ടൻ പ്രേക്ഷകർക്ക് നല്ല സന്തോഷം നൽകട്ടെ. അങ്ങനെ ആവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സന്തോഷം, അത്ഭുതദ്വീപ് 2 വിനയൻ സാർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ അഭിലാഷ് പിള്ളയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. പിന്നെ ഉണ്ണി മുകുന്ദനോടൊപ്പം ഞാനുമുണ്ട് എന്ന് സാറ് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നു. മിക്കവാറും അത് 2025 സംഭവിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റിലിട്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വലിയ സിനിമയുടെ ഭാഗമാകാൻ വേണ്ടി വീണ്ടും നമ്മൾ കാത്തിരിക്കണം, അതും 20 വർഷത്തിന് ശേഷം. പിന്നെ OTT-യിലുണ്ട് ഇപ്പോൾ പല സിനിമകളും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ പടങ്ങൾ. തമിഴില് ഇപ്പോൾ ബഗീര എന്ന് പറഞ്ഞ് പ്രഭുദേവ സാറിൻ്റെ കൂടെ ഒരു പടം, പിന്നെ അർജുൻ സാറും ജീവേ മെയിൻ റോള് ചെയ്യുന്ന അഗത്യ എന്ന തമിഴ് പടത്തിൻ്റെ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ OTT-യിൽ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. പ്രധാന വേഷത്തിൽ നിർത്തിക്കൊണ്ട് 1-2 സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നു. എല്ലാം നന്നാവട്ടെ. അങ്ങനെ ആവട്ടെ, വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ മലയാളം മൂവി ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പം ഞങ്ങൾ സംസാരിച്ച പോലെ തന്നെ 916 കുഞ്ഞൂട്ടൻ, അതാണ് എൻ്റെ പുതിയ വിശേഷം. പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്.